BRC20 ഇപ്പോഴത്തെ ഹോട്ട് ട്രെൻഡാണ്. ഡെയിലി 100%, 200% റിട്ടേൺസ് തരുന്ന ടോക്കൺസ് BRC20 ഇഷ്ടം പോലെ ഉണ്ട്. BRC20യെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ 2 മാസം മുമ്പ് ചെയ്തപ്പോൾ കോൾ ഔട്ട് ചെയ്ത ബിസോ എന്ന് പറയുന്ന ടോക്കൺ ഓൾറെഡി 50x റിട്ടേൺസ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനി എന്ത് എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഓൾറെഡി ഈ ഒരു RC20 ട്രെൻഡ് മറ്റ് ചെയിനിലേക്കും എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് മറ്റ് ചെയിനുകളിലുള്ള RC20? ദാറ്റ് ഈസ് KRC, ARC, LRC എക്സെട്ര. അതിൽ നല്ല നല്ല ടോക്കണുകൾ ഏതൊക്കെയാണ്? ആദ്യം കയറി കൊടുക്കുന്നവർക്കാണ് നല്ല റിട്ടേൺസ്. അപ്പോൾ ഈ ട്രെൻഡ് എന്താണെന്നും അതിൽ റിലേറ്റീവ്ലി നല്ല കോയിനുകൾ എന്താണെന്നും അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദി വീഡിയോ അലോങ് വിത്ത് മീ, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഈ പുതിയ സെക്ടറിലെ ഏറ്റവും ആദ്യം ഒരു ട്രെൻഡ് വന്നത് ബിറ്റ് കോയിനിൽ തന്നെയാണ്. ആ ട്രെൻഡ് BRC20 എന്നാണ് അറിയപ്പെടുന്നത്. BRC20 എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ 2-3 മാസം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടാൽ BRC20 എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാകും. അത് മനസ്സിലായാൽ മാത്രമേ എന്തുകൊണ്ടാണ് ആ ഒരു ട്രെൻഡ് മറ്റ് കോയിനിലേക്കും പടരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അന്ന് BRC20 ഒരു തുടക്കം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് വളർന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസിലേക്ക് എത്തി തുടങ്ങി. അതായത് NFTs ഇറങ്ങി തുടങ്ങി, സ്വാപ്പിംഗ് ഇറങ്ങി തുടങ്ങി, BRC ടോക്കൺസ് പല BRC20 ടോക്കൺസും പല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. ബാച്ച് ആയിട്ട് മേടിക്കുന്നതിന് പകരം സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ട് മേടിക്കുന്നതിനുള്ള കേപ്പബിലിറ്റി വന്നു തുടങ്ങി. ഈ ഒരു എക്കോസിസ്റ്റം ഇവോൾവ് ആയി തുടങ്ങി. നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇതൊരു പരീക്ഷണ സ്റ്റേജിലാണ്, ഡു ഓർ ഡൈ എന്നുള്ള സിറ്റുവേഷനിലാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് വിട്ട് ഇത് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ വളർന്നു തുടങ്ങുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ടോക്കണുകളിൽ ഒന്നാണ് ബിസോ സ്വാപ്പ് എന്നുള്ളത്. അത് ഓൾറെഡി 50x റിട്ടേൺസ് തന്നും കഴിഞ്ഞു. എന്നാൽ അതുപോലെ എന്ത് അടുത്തത് എന്നുള്ളതാണ്. റീസെൻ്റ്ലി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കോയിനാണ് BXDX എന്നുള്ള ഒരു കോയിൻ. അതും ഇവിടെ ലോഗോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ഇതിൽ സ്വാപ്പിങ്ങും ബ്രിഡ്ജിങ്ങും കൊണ്ടുവരുന്ന ഒരു മൾട്ടി ചെയിൻ ക്രോസ് ബ്രിഡ്ജാണ് ഈ ടോക്കൺ BXDX എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുബി എന്നുള്ള ഒരു ടോക്കൺ ഓൾറെഡി ഒരു 10x ഒക്കെ ഇപ്പോൾ തന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു കൂടിയ വേർഷൻ, പക്ഷേ സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് ടീം സ്റ്റിൽ വർക്കിംഗ് ആണ്. ഡെവലപ്മെൻറ്റ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. വെരി ഹൈ റിസ്ക്, പക്ഷേ നല്ലൊരു റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ്. ഈ ഒരു ട്രെൻഡ് BRC20 എന്നുള്ള ട്രെൻഡ് ബിറ്റ് കോയിനിൽ ഹിറ്റ് ആയതോടുകൂടി മറ്റ് ചെയിനുകളിലേക്കും അത് പടർന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ആദ്യം ഈ ട്രെൻഡ് ഏറ്റവും ആദ്യം കയറിയതാണ്. ഇതുപോലെ നല്ല റിട്ടേൺസ് തരുന്ന ടോക്കൺസിൻ്റെ കോളുകളും ഡിസ്കഷൻസും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പല യൂസേഴ്സും നല്ല റിട്ടേൺസ് തരുന്ന കോയിൻസ് ഇഷ്ടം പോലെ അവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയർ ഡ്രോപ്സിന് വേണ്ടി, അതായത് ഫ്രീ മണിക്ക് വേണ്ടി സെപ്പറേറ്റ് ടോപ്പിക് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫ്രീ എയർ ഡ്രോപ്സ്, ന്യൂ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ്സ്, ഹൈ പൊട്ടൻഷ്യൽ കോയിൻസ്, ഇതെല്ലാം ആക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കിടിലൻ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. സോ വൈ കാൻറ്റ് യു ജോയിൻ? ഇത് കറൻ്റ്ലി അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അധികം വൈകാതെ പെയ്ഡ് ഗ്രൂപ്പായി മാറും. അതിനു മുമ്പ് തന്നെ പ്ലീസ് ഗെറ്റ് ഇൻ ഏർലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്രിപ്റ്റോ. ഡോജ് നമുക്കറിയുന്നത് പോലെ ഒരു ഫോർക്കാണ്. അപ്പോൾ അതിൽ ഈ ട്രെൻഡ് ആദ്യം കൊണ്ടുവന്നു. BRC20 ഡോജ് ചെയിനിൽ വന്നപ്പോൾ ആദ്യം ഇറങ്ങിയ കോയിനാണ് ഡോജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതൊരു സെഗ്മെന്റിലും ആദ്യം വരുന്നവർക്ക് ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതിൻ്റെ പ്രൈസ് ഓൾറെഡി നന്നായിട്ട് കയറി കഴിഞ്ഞു. ആദ്യം മിന്റ് ചെയ്തവർക്കൊക്കെ മെയ്ഡ് എ വെരി ഗുഡ് റിട്ടേൺ. ആ ഡോജ് എന്നുള്ള പ്രൊജക്റ്റിന്റെ തന്നെ സെക്കൻഡ് ടോക്കൺ ആണ് DSEX എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ലോഗോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് യൂട്ടിലിറ്റി ഒന്നും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ദേ റിലീസ് ദിസ് ടോക്കൺ ടു റേസ് ഫണ്ട് ടു ലിസ്റ്റ് അതർ BRC20 ഇൻ എക്സ്ചേഞ്ച്. അതായത് മറ്റ് പ്രൊജക്റ്റുകളുടെ ഒരു VC ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് DSEX എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി
$1 അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. പീക്ക് 15 വരെ പോയി. അതായത് ലാസ്റ്റ് 2 വീക്സിന്റെ ഉള്ളിൽ ഒരു 15x കൊടുത്ത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മങ്ങി നിൽക്കുന്ന കോയിൻ ആണ്. പക്ഷേ ഇത് ഒരു ഡോജ് കോയിൻ ക്ലബ്ബ് ഫോം ചെയ്ത് അതിലേക്ക് ഒരു പ്രീമിയം ആക്സസ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാലിറ്റി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ദിസ് ഓൾസോ വിൽ ഗുഡ് ഹൈപ്പ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ NFT ക്രൈസിൽ ബോർഡ് എയ്പ്സിന്റെ ട്രെൻഡ് വന്ന പോലെ ഒരു പ്രീമിയം ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചില പ്രീമിയം ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാനും ഉള്ള ഒരു പാസ് പോലെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ടോക്കൺ ആണ് DCEX എന്ന് പറയുന്നത്. അഗെയിൻ സ്റ്റിൽ വെരി 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 ഏർലി, ഹൈ റിസ്ക്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹൈ റിസ്ക് ആണ്. കിട്ടി പോയി എന്നുള്ള ടൈപ്പാണ്. പുതിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമാണ്. പുതിയ ചെയിനുകളിൽ വരുന്ന പുതിയ എക്സ്പെരിമെന്റുകളാണ്. അടുത്തത് ഡോജ് ലാൻഡ്, അതായത് ബിറ്റ് ലാൻഡ് എന്നുള്ളത് ഭയങ്കര ഹിറ്റായതാണ്. $2 മേടിച്ചവർ ഇപ്പോൾ $100-120 നിൽക്കുന്നത്. അതിന്റെ ഹൈപ്പ് തുടർന്ന് ഡോജ് കോയിനിൽ അതേ മെത്തേഡ്സിൽ ഇറങ്ങുന്ന ഒരു ഇതാണ് ഡോജ് ലാൻഡ്സ്. അതിന്റെ ഐക്കണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കറന്റ് 10 ഡോജ് ആണ് അതിന്റെ പ്രൈസ്. ക്ലിക്ക് ആയാൽ ഗുഡ് ചാൻസ് കിട്ടാൻ സാധിക്കും. ഓരോ ട്രെൻഡിന്റെയും അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോംസ് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ BRC20 നമുക്ക് മേടിക്കാൻ പറ്റുന്നത് യൂണിസാറ്റ് വാലറ്റിൽ നിന്നാണ്. അത് ലെഫ്റ്റ് സൈഡിൽ യൂണിസാറ്റ് വാലറ്റ് എന്നുള്ള അതിർത്തിന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് DRC20 ഏറ്റവും നല്ല അഗ്രിഗേറ്റർ doji.market എന്നുള്ള വെബ്സൈറ്റ് ആണ്. 2-3 ഉണ്ട്, പക്ഷേ ഇതാണ് വളരെ പ്രോംപ്റ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് KRC20. ഇത് KuCoinന്റെ ഇൻസ്ക്രിപ്ഷൻ സർവീസ് ആണ്. ഒരു വ്യത്യാസമുള്ളത്, യൂഷ്വലി ഇത് ബിറ്റ്കോയിൻ, ഡോജ് കോയിൻ പോലെ പ്രൂഫ് ഓഫ് വർക്ക് ചെയിനിലാണ് ഈ KRC20 ഇറങ്ങിയതെങ്കിലും അത് മറ്റു ചെയിനിലേക്കും ഇപ്പോൾ കോപ്പി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് KRC20 വരുന്നത്. KuCoinന്റെ ചെയിനിലുള്ളതാണ്. ഇത് ജസ്റ്റ് 2-3 ഡേയ്സ് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരാഴ്ചയായിട്ടുള്ളൂ എൻ്റെ വെബ്സൈറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് പ്രൊജക്റ്റുകളൊക്കെ ലിസ്റ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളതിൽ ഫസ്റ്റ് പ്രൊജക്ട് അറ്റൻഷൻ കൊടുക്കേണ്ടത്. എല്ലാ മേഖലയിലും ഫസ്റ്റ് പ്രൊജക്റ്റാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയ പ്രൊജക്ട് KCCS എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ സൈറ്റ് kuscription.com എന്നുള്ളതാണ്. അപ്പോൾ kuscription.com പോയി നോക്കിയാൽ KCCS എന്ന് പറയുന്ന ഒരു ഇത് കാണാം. റിമെമ്പർ, ഇതൊക്കെ മീം കോയിന്റെ വേറെ ഒരു ടൈപ്പാണ്. അതായത് യൂട്ടിലിറ്റി ഒന്നും ഇതിനായി തുടങ്ങിയിട്ടില്ല. BRC20 ഹൈപ്പ് കടമെടുത്ത് മറ്റു ചെയിനിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 1-2 എണ്ണം അല്ലെങ്കിൽ നല്ല സ്പെഷ്യാലിറ്റി ഉള്ള ഒരെണ്ണം മാത്രമേ ക്ലിക്ക് ആവുകയുള്ളൂ. ബാക്കി എല്ലാം വേസ്റ്റ് ആണ്. ഇത് ഒരു പുതിയ ടൈപ്പ് മീം കോയിൻ ആയിട്ട് മാത്രമേ കണക്കാക്കിയാൽ മതി. ഇറ്റ്സ് എ ഗെയിം ഓഫ് ലക്ക്. ആദ്യം മിന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിലേറ്റീവ്ലി ഫ്രീ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ലാഭമാണ്. കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം ആലോചിച്ചുകൊണ്ട് മാത്രം ഇറങ്ങാം. നാലാമത്തെ ഒരു വേരിയേഷൻ ആണ് അവാക്സ് ചെയിനിൽ ഇത് വരുന്നത്. അവാക്സിന്റെ ഇത് ARC20 എന്നാണ് അറിയപ്പെടുന്നത്. ഇതില് അവാസ്ക്രിപ്ഷൻ എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇവരുടെ സൈറ്റ്. ഇതിൽ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് അവാസ് ആണ്. AVAS, അവാസ്ക്രിപ്ഷൻ എന്നുള്ളതിന്റെ AVAS. അത് ആദ്യം ഇറങ്ങിയതാണെങ്കിലും ഇപ്പോൾ അവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ട്രേഡിംഗ് വോളിയും മാർക്കറ്റ് ക്യാപ്പും ഉള്ള പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് യൂട്ടിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുന്നത് ആദ്യത്തെ ടോക്കൺ ഇതാണ് എന്നുള്ളതാണ്. അവാസ്, AVAS, അവാസ്. BRC20 എന്നുള്ള ഒരു ടെക്നോളജിയുടെ ഹൈപ്പ് ക്യാഷ് ഔട്ട് ചെയ്തിട്ട് മറ്റ് ചെയിനുകളിൽ എന്തൊക്കെ തരത്തിലുള്ള RC20 ക്രിയേഷൻസ് വരുന്നുണ്ടെന്നും അവരുടെ അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്നും അതിലുള്ള നല്ല കോയിനുകൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ യൂട്ടിലിറ്റി ഉള്ള ടോക്കൺസ് വരും. ഫോർ എക്സാമ്പിൾ BRC20 നമ്മൾ പറഞ്ഞ പോലെ ബിസോസ് ആപ്പ് വരുന്നുണ്ട്, BXDX വരുന്നുണ്ട്, ORDCX വരുന്നുണ്ട്. അങ്ങനെ പല ചെറിയ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെക്സുകൾ, സ്വാപ്പുകൾ ഒക്കെ ഈ ചെയിൻസിലും വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ടെക്നോളജി DRC20, KRC20 എന്നിങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടുള്ള പലതരം സ്വാപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ടോക്കൺസ് നോക്കിയിരുന്ന് നേരത്തെ കയറി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്. ഇത് എല്ലാം ഹൈ റിസ്ക് ഹൈ റിവാർഡാണ്. വളരെ കുറച്ച് റിസ്ക് മാത്രം എടുത്ത് ട്രൈ ചെയ്യുക. ഭൂരിഭാഗവും വാല്യൂ ഇല്ലാത്ത ടോക്കൺസ് ആയതുകൊണ്ട് ഭൂരിഭാഗവും യൂസ്ലെസ് ടോക്കൺസ് ആണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങുക. ക്രിപ്റ്റോയിലെ ഏറ്റവും പുതിയ ട്രെൻഡായ BRC20 കുറിച്ചും KRC20 കുറിച്ചും ARC20 കുറിച്ചും വിശദമായി ഡിസ്കസ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്.